നമ്മളെ തത്വമസി എന്ന് പഠിപ്പിച്ച ശ്രീ ശങ്കരാചാര്യർ കേരളത്തിൻ്റെ സ്വന്തം പുത്രനാണ്. അതുപോലെ തന്നെ ഇവിടെ ജാതി കോമരങ്ങളെ പറ്റി പാടിയ കവി കുമാരനാശാൻ, അദ്ദേഹം നമ്മുടെ സ്വന്തം കവിയാണ് എന്ന് മാത്രവുമല്ല, ലോകോത്തര കവി കൂടിയാണ്. അങ്ങനെ തന്നെ നോക്കാം നമുക്ക് സ്വാമി വിവേകാനന്ദൻ. ഇവിടുത്തെ ജാതി, അതായത് ശരിക്കു പറഞ്ഞാൽ ജാതി കോമരങ്ങൾ കലിതുള്ളുന്ന നാടാണ് കേരളം എന്ന് പറയാൻ ഒരു മടിയും കാണിക്കാത്ത ആളായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ഞാൻ എന്തിനാണ് ഈ ന്യൂ ഇയറിൽ ഇതൊക്കെ പറയുന്നത് എന്നല്ലേ? അതായത് നമ്മൾ ഭാരതം സ്വതന്ത്രമായത് 1947 75-ാം വാർഷികം നാം ആഘോഷിച്ചു കഴിഞ്ഞു. ഒരേ ഈശ്വരൻ്റെ മക്കളാണ് എന്ന് പഠിപ്പിച്ച അതേ ശ്രീ ശങ്കരാചാര്യരുടെ മണ്ണിൽ തന്നെ നാം കാണുന്നു വൈജാത്യങ്ങൾ, അതുപോലെ തന്നെ അസമത്വങ്ങൾ അങ്ങേയറ്റം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നമ്മുടെ കേന്ദ്ര ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും അനുദിനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇവിടെ അതിദരിദ്രർ ഇല്ലാതെയായി, അസമത്വം ഇല്ലാതാകുന്നു എന്നൊക്കെയാണ്. അതൊക്കെ പക്ഷേ എങ്ങനെയാണ് ഇവർ പറയുന്നത് എന്നല്ലേ? യഥാർത്ഥ കണക്കുകൾ, അതായത് വസ്തുനിഷ്ഠമായ കണക്കുകൾ, രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ മുഴുവൻ സ്ഥിതിവിവര കണക്കുകൾ നോക്കിയാലും കേരളത്തിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ ഭരണഘടന അനുവദിച്ചിട്ടുള്ള സൗജന്യങ്ങളും സൗകര്യങ്ങളും ഷെഡ്യൂൾ ട്രൈബുകൾക്കാകട്ടെ, ഷെഡ്യൂൾ കാസ്റ്റിനാകട്ടെ, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനാകട്ടെ കേരളത്തിലോ ഇന്ത്യയിലോ ലഭിക്കുന്നില്ല. അധികവും മറ്റുള്ളവരുടെ, അതായത് പണ്ട് തന്നെ ഫ്യൂഡൽ വ്യവസ്ഥിതിയായിരുന്നു, അവരുടെ കൈകളിലായിരുന്നു സമ്പത്തിൻ്റെ അവകാശം. ഇപ്പോഴും ആ ഫ്യൂഡലിസം രാഷ്ട്രീയ ഫ്യൂഡലിസമായും സാമ്പത്തിക കോർപ്പറേറ്റ് ഫ്യൂഡലിസമായും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും കളിക്കുകയാണ്. മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ടാണ് ഇവരുടെ കളി കളിക്കുന്നത് എന്നും കൂടി നാം ഈ ന്യൂ ഇയർ ഡേയിൽ ഓർക്കുന്നത് നല്ലതാണ്. അപ്പൊ അതിനെതിരെ ശക്തമായി ചെറുത്തു നിൽക്കാൻ നമുക്ക് സാക്ഷരരായ കേരളീയർക്ക്, അതായത് സാക്ഷരത കൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല, യുക്തിസഹമായി ചിന്തിക്കാൻ കഴിയണം. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എല്ലാവരും ഏകോദര സഹോദരന്മാരാണ് എന്ന് വിചാരിക്കാനുള്ള ആ കാഴ്ചപ്പാട്, ആ സമത്വ സുന്ദര കാഴ്ചപ്പാട് ഉണ്ടാകണം. വാരി കൂട്ടിയത് കൊണ്ട് പ്രയോജനമില്ലെന്ന്, അതായത് നാം കണ്ണടച്ചു കഴിഞ്ഞാൽ ഈ വാരിക്കൂട്ടുന്നതൊന്നും കൊണ്ടുപോകുന്നില്ല നമ്മോടൊപ്പം. വെറും കൈയോടെ നാം തിരിച്ചു പോകേണ്ടവരാണ് എന്ന ആ സ്ഥിതി അത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഓർത്തുകൊണ്ട് വേണം ഈ ന്യൂ ഇയറിൽ വീണ്ടും നാം അടിവെച്ച് മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ഈ സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസിന്റെ പ്രസക്തി ഇന്ത്യയിൽ എന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് എന്താണ് വിഭാവന ചെയ്യുന്നത്? അത് നമ്മുടെ ഭരണഘടന അനുസരിക്കുന്നത് പോലെ, അതായത് സമത്വത്തിലേക്കുള്ള ഭാരതത്തിൻ്റെ വളർച്ച, അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവന ചെയ്യുന്നത്. ആ സമത്വത്തിലേക്കുള്ള വളർച്ച നേടിയെടുക്കാനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ STക്ക്, അതായത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ തൊഴിൽ സാധ്യതകളിൽ ഇത്ര ശതമാനം STക്ക്, അതുപോലെ വിദ്യാഭ്യാസത്തിൽ ഇത്ര ശതമാനം റിസർവേഷൻ എന്നൊക്കെ പറഞ്ഞ ST, SC, OBC ഇവർക്കൊക്കെ വേണ്ടി അവസരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്ന അവസരങ്ങൾ 1947 മുതൽ ഇതാ 2024 നമ്മൾ കാല് വെച്ചു കഴിഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ട്, അതായത് 75 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ആ സമത്വത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വൈമുഖ്യം ഉണ്ടാകുന്നത്, ബുദ്ധിമുട്ടുണ്ടാകുന്നത്? ഇതാണ് ഈ സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസിനെ പറ്റിയാകാം ഇന്ന് നമ്മുടെ ആദ്യത്തെ ചർച്ച അല്ലെങ്കിൽ സംവാദം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്ത്, അതായത് 2023 ഓക്സ്ഫാം ഒരു ഇന്റർനാഷണൽ
എന്താണ് NGO ആണ്. അതായത് ലോകരാഷ്ട്രങ്ങളിലെ അസമത്വത്തെ പറ്റി ആ രാഷ്ട്രത്തിൽ തന്നെ താമസിച്ച് പഠനങ്ങൾ, വളരെ കൃത്യമായ പഠനങ്ങൾ നടത്തുന്ന അന്താരാഷ്ട്ര പഠന സംഘമാണ് ഓക്സ്ഫാം. ആ ഓക്സ്ഫാം ഇന്ത്യയിലെ അസമത്വത്തെ പറ്റി പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്സ്ഫാം പറയുന്നു, അതായത് 981 മുതൽ 2012 വരെ ഇന്ത്യയുടെ സമ്പത്തിന്റെ 45% ഇവിടുത്തെ 10% കയ്യിലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ, നമ്മുടെ ഇന്ത്യയുടെ സമ്പത്തിന്റെ 45% 10% ഇന്ത്യക്കാരുടെ കയ്യിലായിരുന്നു എന്ന് വെച്ചാൽ ഈ 10% എങ്ങനെയുള്ളവരായിരിക്കും? അതായത് ഡാൽമിയ, അല്ലെങ്കിൽ നമുക്കറിയാം അദാനി, അങ്ങനെയുള്ള വലിയ കോർപ്പറേറ്റ് ബോഡീസ് ആണ് ഈ 10% വരിക. നമ്മുടെ കേരളത്തിൽ നിന്നും അതുപോലത്തെ കോർപ്പറേറ്റ് ബോഡീസ് ഉണ്ട്. അത്തരക്കാരൊക്കെയാണ് ഈ 10% വരിക. ഏത് കാലം മുതൽ ഏത് കാലം വരെ? 1981 മുതൽ 2012 വരെ, അതായത് ഒരു ദീർഘകാലത്തേക്ക് ഈ വെൽത്തിന്റെ കോൺസെൻട്രേഷൻ 45% സമ്പത്ത് 10% ആൾക്കാരുടെ കയ്യിലായിരുന്നു. 2012 ശേഷം 2024 വരെയുള്ള കാലഘട്ടത്തിൽ, 23 വരെയുള്ള കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് ഓക്സ്ഫാമിന്റെ കണ്ടെത്തൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് 40% സമ്പത്ത് 1% ഇന്ത്യക്കാരുടെ കയ്യില്. നേരത്തെ 81 മുതൽ 2012 വരെ എത്രയായിരുന്നു? 45% സമ്പത്ത് 10% കയ്യിലായിരുന്നു. ഇപ്പോഴിതാ 2014 അല്ലെങ്കിൽ 2012 ശേഷം 2023 വരെയുള്ള കാലത്തില് കോൺസെൻട്രേഷൻ, അതായത് ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കിക്കൊണ്ട് സമ്പന്നർ കൂടുതൽ സമ്പന്നരായിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 40% സമ്പത്ത് 1% ഇന്ത്യക്കാരന്റെ കയ്യിലേക്ക് ഒതുക്കി എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്ര ഭീകരമായ തോതിലാണ് ഓക്സ്ഫാം. അത് മാത്രമല്ല പറയുന്നത്, ഓക്സ്ഫാം വേറെയും പറയുന്നുണ്ട്. 2023 63% സമ്പത്ത് ഈ 10% കയ്യിലാണെന്ന്. അതായത് ഈ 2023 63% സമ്പത്ത്, 40% സമ്പത്ത് 1% കയ്യിലാണ്, 63% സമ്പത്ത് 10% പേരുടെ കയ്യിലാണെന്ന്. അങ്ങനെ ഉള്ള ആ അസമത്വ വളർച്ച ഇന്ത്യയെ ഘോരമായി ബാധിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ് എപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇന്ത്യയെ വലിയ വികസിത രാജ്യമാക്കി മാറ്റും, ഇവിടെ അസമത്വം ഇല്ലാതെയാക്കും എന്നൊക്കെ വാതോരാതെ മൻ കി ബാത്തിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴാണ് ഓക്സ്ഫാമിന്റെ ഈ റിസൾട്ട് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നത്.